പത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം മുത്തശ്ശൻ വീണ്ടും അനിയോട് പറയുകയാണ്. എന്നാൽ മുത്തശ്ശൻ പറഞ്ഞത് എനിക്ക് വല്ലാതെ വിഷമമാവുകയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവന്തികയുമായിട്ടുള്ള നിന്റെ വിവാഹം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. മുത്തശ്ശ, അവന്തികയുമായുള്ള വിവാഹത്തിന് എനിക്ക് ഒട്ടും സമ്മതമില്ല. അവളെ എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് അനി പറയുമ്പോൾ മുത്തശ്ശൻ്റെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അനി, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അങ്ങനെ മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അനി ആകെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നവ്യ. അനിയുടെ മുഖം കാണുമ്പോൾ നവ്യയ്ക്ക് വല്ലാത്ത വിഷമമാവുകയാണ്. കാരണം അനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നവ്യയ്ക്ക് നന്നായിട്ട് അറിയാം. നന്ദു അനിയെ ഒന്നിക്കണമെന്ന് നവ്യ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അനന്തപുരിയെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അവന്തിക. അവളുടെ പിറകിൽ ആരൊക്കെയുണ്ട്, അത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഈ അനന്തപുരി ഒന്നാകെ നശിപ്പിക്കും എന്നൊക്കെ ചിന്തിക്കുകയാണ് നവ്യ. വെറുതെ പോയി പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അങ്ങനെ വ്യക്തമായ തെളിവുകൾക്കായി കാത്തിരിക്കുകയാണ് നവ്യ. അതേസമയം അവന്തികയാണെങ്കിൽ ആകെ വിഷമം. അങ്ങനെ അവന്തിക നാഗേന്ദ്രനെ പോയി കാണുന്നുണ്ട്. അനിക്ക് തന്നോട് അടുപ്പമില്ലാത്ത കാര്യം അവന്തിക നാഗേന്ദ്രനോട് പറയുകയാണ്. അനിയുടെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റാൻ നോക്കണം. ഇനി അനിയുടെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജാനകിയുമായി അടുപ്പം സ്ഥാപിക്കണം. എങ്ങനെയെങ്കിലും വിവാഹം നടക്കണം മോളെ എന്ന് നാഗേന്ദ്രൻ അവന്തികയോട് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക തല കുലുക്കി. അവന്തികയുടെയും നാഗേന്ദ്രന്റെയും കണ്ണുകളിൽ പ്രതികാരത്തിന്റെ നാളങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ജാനകി കിച്ചണിൽ പാചകം ചെയ്യുന്ന തിരക്കിലാണ്. ദേവയാനി അവിടെ ഉണ്ടായിരുന്നു. പതിവില്ലാതെ അവന്തിക അടുക്കളയിലേക്ക് കയറി വരുന്നുണ്ട്. അമ്മായി എന്ന് അവൾ മൃദുവായി വിളിച്ചു. ജാനകി അത്ഭുതത്തോടു കൂടി പിന്നിലോട്ട് തിരിഞ്ഞു നോക്കി. മോൾക്ക് ജ്വല്ലറിയിൽ പോകണ്ടേ, മോൾ എന്താ ഇവിടെ എന്ന് ജാനകി ചോദിക്കുന്ന സമയത്ത്, നിങ്ങളെല്ലാവരും ഇവിടെ ജോലി ചെയ്യുകയല്ലേ, എനിക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന് തോന്നി. എന്തായാലും ഇനി മുതൽ ഞാനും ഞങ്ങളുടെ കൂടെ സഹായത്തിന് വരികയാണ് എന്ന് അവന്തിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോൾ ഒരുപാട് ജോലികളൊന്നും ചെയ്യേണ്ടതില്ല, നമ്മുടെ വീട്ടിൽ ജോലിക്കാരുമുണ്ട്. എന്നാൽ എപ്പോഴും എല്ലാവരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എല്ലാ ജോലികളും പഠിക്കുന്നത് നല്ലതാണ് എന്ന് ദേവയാനി പറയുന്നുണ്ട്. ആ സമയം അവന്തിക പറയുന്നുണ്ട്, അമ്മായി എനിക്കൊരു വിഷമമുണ്ട്. അനിയേട്ടൻ എന്നോടൊരു അടുപ്പവും കാണിക്കുന്നില്ല, എപ്പോഴും അകൽച്ച കാണിക്കുകയാണ്. അനിയേട്ടൻ്റെ മനസ്സിൽ നന്ദു ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അത് കേട്ട് ജാനകി പറഞ്ഞു, അതൊരിക്കലും ഇല്ല മോളെ, ആ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് അവന് അറിയാവുന്ന കാര്യമാണ്. അനാമികമായിട്ടുള്ള ജീവിതം അവന് വളരെ ദുഃഖം മാത്രമേ നൽകിയിട്ടുള്ളൂ. ആ വിഷമത്തിലായിരിക്കും അവൻ. ഇനിയൊരു വിവാഹം എന്ന് പറയുമ്പോൾ അവൻ ആ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ടാകും. മോൾ ഈ കാപ്പി അവൻ്റെ റൂമിൽ കൊണ്ടുപോയി കൊടുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി. അവനോട് കുറച്ചു നേരം സംസാരിക്കുക, എല്ലാം ശരിയാകും. അങ്ങനെ കാപ്പിയുമായി അവന്തിക അനിയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. അനി ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അവന്തിയെ കണ്ടത് ദേഷ്യത്തോടു കൂടി തല തിരിക്കുന്നുണ്ട് അനി. അനി, ഇതാ കോഫി എന്ന് അവന്തിക പറയുമ്പോൾ, ഞാനിപ്പോൾ കോഫി കുടിക്കാറില്ല, നീ എന്തിനാണ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അമ്മ തന്നുവിട്ടതാണ് എന്ന് അവന്തിക പറയുമ്പോൾ, ഞാനിപ്പോൾ കോഫി കുടിക്കാറില്ല എന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്ന് ദേഷ്യത്തോടു കൂടി അനി പറയുന്നുണ്ട്. അനിയേട്ടൻ എന്തിനാണ് എന്നോട് അകൽച്ച കാണിക്കുന്നത്? നമ്മുടെ നിശ്ചയം അടുത്ത ആഴ്ച നടക്കാൻ പോവുകയാണ്. നിശ്ചയമോ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നിന്നെ എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് ദേഷ്യത്തോടു കൂടി അനി പറയുന്നുണ്ട്. നിന്റെ അമ്മയുടെയും ഏട്ടൻ്റെയും അതേ സ്വഭാവം തന്നെയാണ് നിനക്കും. അവരുടെ കൂടെ ചേർന്ന് നീ കളിക്കുകയല്ലേ. അനാമികയേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ പേടിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. അങ്ങനെ അവന്തിക പേടിച്ചുകൊണ്ട് അനിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവന്തിക അനി സംസാരിക്കുന്നതിന് നവ്യ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നവ്യയ്ക്ക് വല്ലാത്തൊരു വിഷമമാവുകയാണ്. അനന്തപുരിയെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അവന്തിക. അനാമിക കാരണം അനി ഒരുപാട് വിഷമിച്ചു. ഇനി ഇവൾ കാരണം കൂടി അനിയുടെ ജീവിതം തകരാൻ സമ്മതിക്കില്ല. ഇനിയെങ്കിലും അവൻ്റെ ഇഷ്ടത്തിന് വിവാഹം നടക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നവ്യ. അങ്ങനെ പിറ്റേ നന്ദുവിനെ കാണാൻ വേണ്ടി അനി നന്ദാവനത്തിലേക്ക് വരുന്നുണ്ട്. ആ സമയം അനി നന്ദുവിനോട് പറയുന്നുണ്ട്, അനാമികയായ രീതിയിൽ കാണാൻ തനിക്ക് ഒരിക്കലും കഴിയില്ല, നമുക്ക് വിവാഹം കഴിക്കാം ഇന്ന് നന്ദുവിനോട് അനി പറയുന്ന സമയത്ത് കനക അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ കനക പറയുകയാണ്, മുത്തശ്ശൻ തീരുമാനിച്ചതാണ് നിന്റെ അവന്തികയുടെ വിവാഹം, അതൊരിക്കലും മാറാൻ പറ്റില്ല. നീ അങ്ങനെ ചെയ്താൽ അത് എൻ്റെ 2 മക്കളെയും ബാധിക്കും. നന്ദുമോൾക്ക് നല്ല ആലോചന വരുന്നുണ്ട്, എൻ്റെ മോളെ വെറുതെ വിടണം എന്നൊക്കെ കനക പറയുന്നുണ്ട്. അങ്ങനെ അനിയുടെയും അവന്തികയുടെ വിവാഹ നിശ്ചയം വരികയാണ്. അവന്തികയ്ക്ക് 10 പവൻ്റെ സ്വർണ്ണമാല വാങ്ങി വെച്ചിരുന്നു മുത്തശ്ശൻ. അത് അവന്തികയുടെ കയ്യിൽ കൊടുക്കാനായി സന്തോഷത്തോടു കൂടി മുത്തശ്ശൻ അവന്തികയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. ആ സമയം അവന്തികയുടെ റൂമിൽ ആരോ സംസാരിക്കുന്നതായി മുത്തശ്ശൻ കേൾക്കുന്നുണ്ട്. ഫോണിൽ സംസാരിക്കുകയായിരുന്നു അവന്തിക. അങ്ങനെ അവന്തിക പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് നല്ല വിഷമമുണ്ട്. വിവാഹ നിശ്ചയ ദിവസം എന്നെ അനുഗ്രഹിക്കാൻ അച്ഛൻ കൂടി വരേണ്ടതായിരുന്നു. മൂർത്തിക്കും മറ്റുള്ളവർക്കും ഒപ്പം 1ാം സ്ഥാനത്ത് അച്ഛൻ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവന്തികയുടെ ശബ്ദത്തിൽ ഒരു പക നിറഞ്ഞു നിന്നിരുന്നു. എന്തായാലും നിശ്ചയം കഴിയട്ടെ. നിന്റെ അനിയുടെ വിവാഹം കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ അച്ഛൻ നോക്കിക്കോളാം.
ഈ അനന്തപുരി തറവാട് ഇല്ലാതാക്കണം, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം അച്ഛ എന്ന് അവന്തിക പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടാകെ ഞെട്ടി നിൽക്കുകയാണ് മുത്തശ്ശൻ. അങ്ങനെ മുത്തശ്ശൻ തല താഴ്ത്തിക്കൊണ്ട് താഴോട്ട് പോകുന്നുണ്ട്. അങ്ങനെ താഴെ ഹാളിൽ ചടങ്ങുകളെല്ലാം നടക്കാൻ പോവുകയാണ്. എല്ലാവരും ഒത്തുകൂടി. ആ സമയം പൊട്ടിത്തെറിച്ചുകൊണ്ട് നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശ, ഈ നിശ്ചയം ഒരിക്കലും നടക്കാൻ പാടില്ല. ഈ അനാമിക കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നാഗേന്ദ്രന്റെ മകളാണ് ഇവൾ എന്ന് നവ്യ പറയുന്നുണ്ട്. നവ്യ പറയുന്നതെല്ലാം വെറും കള്ളമാണ്. ഒരിക്കലും അനന്തപുരിയെ തനിക്ക് ചതിക്കാൻ കഴിയില്ല എന്ന് അവന്തിക പറയുന്ന സമയത്ത് ദേഷ്യം സഹിക്കാനാകാതെ അവന്തിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് മുത്തശ്ശൻ. സത്യമെല്ലാം മനസ്സിലാക്കിയ മുത്തശ്ശൻ ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, അനി അവന്തികയെ ഒരിക്കലും ഒന്നാക്കരുത് എന്ന് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. അവന്തികയെക്കുറിച്ച് എല്ലാ സത്യങ്ങളും താൻ അറിഞ്ഞു. അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹമാണ് നടക്കേണ്ടത് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അനിക്ക് വലിയ സന്തോഷമാവുകയാണ്. അങ്ങനെ മുത്തശ്ശൻ അനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആരൊക്കെ എതിർത്താലും അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവുകയാണ്, അത് ഈ മുത്തശ്ശൻ നടത്തും. അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് മുത്തശ്ശൻ അനിക്ക് വാക്ക് കൊടുക്കുകയാണ്. ആ സമയം വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കാൻ വേണ്ടി കനകയും വേണു നന്ദുവും അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയം നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അനിയുടെ നന്ദുവിൻ്റെ വിവാഹമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാവരും വിവാഹത്തിന് സമ്മതിക്കുകയാണ്. അങ്ങനെ എനിക്ക് നന്ദുവിന് വലിയ സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്.